നേമത്ത് ഒരു ആശങ്കയ്ക്കും ഇടയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ജയിക്കുമെന്നുള്ള ഉറപ്പാണ്. അക്കാര്യത്തിൽ ഒരു തർക്കത്തിന്റെയും പ്രശ്നമില്ല. ബിജെപിയുടെ അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ? അവർ വലിയ ആത്മവിശ്വാസത്തോടെ ചില മണ്ഡലങ്ങൾ പറയുന്നു, അതിൽ നിയമവും പറയുന്നു. അവർക്ക് ആഗ്രഹം പ്രകടിപ്പിക്കാമല്ലോ. കാരണം ഇപ്പൊ ബിജെപി കേരള രാഷ്ട്രീയത്തിൽ മദ്യം ഒഴുക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. നിയമമണ്ഡലത്തിലും ബൂത്തടിസ്ഥാനത്തിൽ മദ്യക്കുപ്പികളാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരൻ നേരിട്ട് പോയിട്ട് തന്നെ ഇക്കാര്യം നിർവഹിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് നിയമമണ്ഡലത്തിൽ ഫണ്ടാറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടാൽ തുകയുടെ കണക്കെല്ലാം കേട്ടാൽ അന്തം വിട്ടു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യവും പരമായിട്ടുള്ള ഒരു സംവിധാനമുണ്ടല്ലോ, ആ സംവിധാനത്തെ പണാധിപത്യം കൊണ്ട് തകർക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭരണപക്ഷവിരുദ്ധ വികാരം ഒന്നും കാണുന്നതിന് വേണ്ടി കഴിയില്ല. അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള സമീപനമാണ് വന്നിട്ടുള്ളത്. ഈ ബിജെപിയുടെ കാര്യം പറയുമ്പോൾ നേമത്ത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളം പല രീതിയിലുള്ള പരാതി ബിജെപിക്കെതിരെ ഉയരുന്നുണ്ട്. കിറ്റ് കൊടുക്കുന്നു വോട്ടർമാർക്ക്. ഇന്നലെ തന്നെ ശോഭാ സുരേന്ദ്രന് വേണ്ടി ഒരു ബിജെപി കിറ്റ് കൊടുക്കുന്നു, മദ്യക്കുപ്പി കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, ജോലി വാഗ്ദാനം ചെയ്യുന്നു, പ്രമോഷൻ വാഗ്ദാനം ചെയ്യുന്നു. ഇതെല്ലാം രാജീവ് ചന്ദ്രശേഖരനാണ് നേരിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല മണ്ഡലങ്ങളിൽ ഏജന്റുമാരെ വച്ചിരിക്കുകയാണ്. ഇത്രയും നാണം കെട്ട, അതേപോലെ തന്നെ ജനാധിപത്യത്തിന് അപമാനം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒട്ടും മോശമല്ല. തെലങ്കാന മുഖ്യമന്ത്രി വന്ന് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്ത് നമ്മൾ കണ്ടല്ലോ. ഒരു കത്തയച്ചപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഇത്രയും സംസ്കാര ശൂന്യമായിട്ടുള്ള ഒരു പ്രയോഗം നടത്താൻ പാടുണ്ടോ? ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിക്കെതിരെ മറ്റൊരു മുഖ്യമന്ത്രി നടത്താൻ വേണ്ടി പാടുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിന്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണത്തിലുടനീളം കോൺഗ്രസും ബിജെപിയും എല്ലാം ശബരിമല ഒരു പ്രധാന വിഷയമാക്കി. പക്ഷേ എപ്പോഴും ഈ സോണിയാഗാന്ധിയും ഒരു വിഷയമാണെന്നല്ലോ എപ്പോഴും മിനിസ്റ്റർ എപ്പോഴും ഉന്നയിച്ചിരുന്നു. പക്ഷേ MABB എല്ലാം പറഞ്ഞു സോണിയാഗാന്ധി അങ്ങനെ തെറ്റാനാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ്. സോണിയാഗാന്ധിക്ക് ഇതില് മോഷണത്തിൽ പങ്കുണ്ടെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം ഈ മോഷ്ടാക്കളും കേസിൽ പ്രതിയായ ആൾക്കാരും 2 പ്രാവശ്യം ചെന്ന് സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് സംശയത്തിന്റെ നിഴലുണ്ട് എന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചത്.